ഇവനാണ് ഈ കടയിലെ തുടക്കക്കാരൻ. ഇവൻ എല്ലാ വീടുകളിലും കയറി കൊള്ളയടിച്ചാണ് ഇവൻ ജീവിക്കുന്നത്. ഇവന്റെ ഈ വീട്ടിലാണ് ഇവൻ എല്ലാ സാധനങ്ങളും കൊണ്ടിടുന്നത്. അങ്ങനെ ഇരിക്കെ ഇവന്റെ പേര് പറയട്ടെ. ഇവന്റെ പേരാണ് ജോക്കർ. ഇവനെ ഇവിടെ വിളിക്കുന്നത് കള്ളൻ ജോക്കർ എന്നാണ്. ഇവനെ എല്ലാവർക്കും പേടിയാണ്. ഇവനൊരു സൈക്കോ കില്ലറും കൂടിയാണ്. വഴി കൂടെ പോകുന്നവരെല്ലാം ഇവൻ കൊന്നുകളയും. അങ്ങനെ ഒരിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു പെണ്ണിനെ ഇവൻ കാണുന്നു. ഇവൻ അവളെ കൊല്ലാൻ നോക്കുന്നു. അവൾ ഓടുന്നു. അങ്ങനെ ഇവൻ അവളെ കൊന്നുകളയുന്നു. ഇതാണ് കഥയിലെ തുടക്കം. അങ്ങനെ അവൻ അവളെയും കൊന്ന് ഇവൻ അടുത്ത വീട് കൊള്ളയടിക്കാൻ വേണ്ടി പോകുന്നു. അടുത്ത വീട് അവിടെയുള്ള ഒരു വലിയൊരു കൊട്ടാരത്തിലേക്കാണ് ഇവന്റെ കൊള്ളയടിക്കാൻ ശ്രമം. അങ്ങനെ അവന്റെ മൈക്കും എടുത്ത് അവൻ ആ വീട്ടിലേക്ക് കടക്കുന്നു. അങ്ങനെ അവൻ അവന്റെ ലക്ഷ്യമായ ആ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അവൻ ഒളിച്ചൊളിച്ച് കയറുകയാണ്. അവൻ എങ്ങനെയെങ്കിലും ആ വീട്ടിലിരിക്കുന്ന പൈസ എല്ലാം മോഷ്ടിക്കാൻ വേണ്ടി. അങ്ങനെ ആ വീട്ടിലേക്ക് അവൻ കടന്നു. വീട്ടിലെ പട്ടികൾ നല്ലപോലെ കുരയ്ക്കുന്നുണ്ട്. അങ്ങനെ അവൻ ലക്ഷ്യമിട്ട അവന്റെ പൈസ അവന് കിട്ടിയിരിക്കുന്നു. അവൻ മുകളിലും ഇനിയും ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവൻ മുകളിലേക്ക് പോവുകയാണ്. അവൻ മുകളിലേക്ക് പോകുമ്പോൾ ആരോ നടന്നു വരുന്ന പോലെ സൗണ്ട് കേട്ടു. അങ്ങനെ അവൻ മുകളിൽ പോയി ഒളിച്ചിരിക്കാമെന്ന് തീരുമാനിച്ചു. അവന്റെ കയ്യിരുന്ന് ഗണ്ണെടുത്ത് അവൻ കയ്യിൽ പിടിച്ചു. അങ്ങനെ അവനെ ആരോ തല്ലുന്ന പോലെ അവന് തോന്നി. അങ്ങനെ അവനെ ആ വരുന്നവനെ നോക്കി നിൽക്കുകയാണ്. അവന്റെ സർവ്വ ആത്മധൈര്യവും എടുത്ത് അവൻ സ്കോപ്പ് ചെയ്ത് നോക്കി നിൽക്കുകയാണ്. അന്നേരം നോക്കിയപ്പോ ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നത് കണ്ടു. ആ വീട്ടിലെ വേലക്കാരിയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവൾ ഓടി അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവൻ ആ വീട്ടിലുള്ള എല്ലാവരെയും പച്ചയ്ക്ക് കൊന്നു കളയുന്നു. എന്നിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവന്റെ ബൈക്കും എടുത്ത് അവന്റെ സ്വന്തം വീടായ അവന്റെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നു. അവന്റെ പൈസ മൊത്തം അവിടെ ഇട്ട് വെക്കാൻ വേണ്ടി അവൻ അവിടേക്ക് കുതിക്കുന്നു. അങ്ങനെ അവന്റെ പൈസ അവന്റെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോൾ അവന്റെ വീടിന്റെ അടുത്തിൽ ആരോ വരുന്നത് പോലെ അവന് തോന്നി. അങ്ങനെ അവൻ നോക്കി അവന്റെ പൈസ അവിടെ മൊത്തം സ്ഥാപിക്കാൻ വേണ്ടി പോവാണ്. അവന്റെ പൈസ അവിടെ ഇട്ടപ്പോഴത്തേക്കും വേറെ ഒരുത്തൻ കയറി വരുന്നു. അങ്ങനെ അവനെയും അവിടെ ഇട്ട് തന്നെ തീർക്കുകയാണ്. അങ്ങനെ ഇവനെ കൊല്ലാൻ പറ്റുന്നില്ല. അങ്ങനെ തീർക്കാണ്ട് അവന്റെ ബൈക്ക് എടുത്ത് അവന്റെ പുറകെ പോവുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ അവിടേക്ക് ഓടുന്നു. അങ്ങനെ പോയപ്പോൾ അവന്റെ ബൈക്ക് നേരെ കുളത്തിലേക്ക് പോയി. അങ്ങനെ പെരിയാർ കുളത്തിലേക്ക് പോയ ബൈക്ക് അവന് പിന്നെ തിരിച്ചു കിട്ടിയില്ല. അവന്റെ ബൈക്കായിരുന്നു അവനെല്ലാം. അങ്ങനെ അവൻ അവിടെ തന്നെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ബൈക്ക് അത്ര പ്രിയപ്പെട്ടതായിരുന്നു. അപ്പൊ അവൻ ആ വെള്ളത്തിലേക്ക് മുങ്ങി മരിക്കുകയാണ്.